നമ്മുടെ ഒരു ഫാഷൻ ബ്രാൻഡിന്റെ ഒരു വളർച്ച ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ നിങ്ങൾ ഒരു കസ്റ്റമറെ ഓൺലൈനിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു പ്രൂവൺ സ്ട്രാറ്റജീസ് എല്ലാം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ഐഡിയൽ കസ്റ്റമർ ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ വേണമെന്നുള്ളതാണ്. നമുക്ക് പറയാം, പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ 20 to 30, 30 to 45, അങ്ങനെ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് വീട്ടമ്മമാരുണ്ട്. സോ ഇവരൊക്കെ നമ്മൾ ഏത് തരത്തിലുള്ള കസ്റ്റമർ ആണ് നമ്മുടെ ഒരു കസ്റ്റമർ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ ബൈയിങ് കപ്പാസിറ്റി, എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ പാറ്റേൺ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളൊരു ഡേറ്റ കളക്ഷൻ നടത്തുക. അതിന് നിങ്ങൾക്ക് നമ്മുടെ ഒരു ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അനലിറ്റിക്സിലോ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഇൻസൈറ്റിലൊക്കെ പോയിട്ട് ഡേറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഏതൊരു നമ്മുടെ കസ്റ്റമറിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആ ഒരു ബൈയിങ് പെർസോണയൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റുകൾ നമ്മൾ സെല് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ബ്രാൻഡ് വിസിബിലിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 24 hours നമ്മുടെ ഒരു ബിസിനസ് റൺ ചെയ്യും എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം നമ്മുടെ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും ഒരു കസ്റ്റമർക്ക് നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രോഡക്റ്റുകളെ നല്ല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ലോഡ് ചെയ്യുന്ന തരത്തിലുള്ള പേജ്, നമ്മുടെ വെബ്സൈറ്റ് നല്ല പ്രോഡക്റ്റ് കാറ്റഗറി ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ലോഡ് ചെയ്യുന്ന പേജസ് ഒക്കെ ആയിട്ട് നമ്മൾ നല്ലൊരു വെബ്സൈറ്റ്, ഫങ്ഷണൽ ആയിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഓൺലൈനിലുള്ള വേറെ അതർ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. ഷോപ്പിഫൈ, വൂകോമേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെ നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ സെയിൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, അതുപോലെ തന്നെ പിൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ റീൽസ് ഇടാം, നമുക്ക് ബിഹൈൻഡ് ദ ഡിസൈൻ, ഇപ്പോൾ നമുക്ക് ഡിസൈനും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ബിഹൈൻഡ് സീനൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ കൊളാബറേറ്റ് വിത്ത് ഇൻഫ്ലുവൻസേഴ്സ്, നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യാം. അതുപോലെ നമുക്ക് നല്ല ബയോസിലൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട്, പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിൻട്രസ്റ്റിലാണെങ്കിൽ നമ്മൾ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഓഫീസ് വെയറിൻ്റെ ഒരു ബോർഡാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എത്നിക് വെയറിൻ്റെ ഒരു ഫെസ്റ്റിവൽ സീസണിൻ്റെ ഒരു ബോർഡ്, അങ്ങനെ ഇപ്പോൾ കാഷ്വൽ വെയർ ആണെങ്കിൽ അങ്ങനെ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പിൻട്രസ്റ്റിൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിൻ ചെയ്തിട്ട് നമുക്ക് ലിങ്ക് ബാക്ക് ടു വെബ്സൈറ്റിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ കണ്ടിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിനകത്താണെങ്കിൽ നമ്മൾ റിച്ച് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസും ഹാഷ്ടാഗൊക്കെ കൊടുത്തുകൊണ്ട് കൂടുതൽ നമുക്ക് കസ്റ്റമറെ അട്രാക്ട് ചെയ്ത് നമ്മുടെ ഒരു പർച്ചേസിങ് കൂടുതൽ കസ്റ്റമറിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമുക്ക് പലതരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ലിവറേജസ് യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാനും ഒക്കെ സാധിക്കും. സോ അങ്ങനെ നമ്മൾ വീഡിയോസിലൂടെ മാത്രം നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു സ്റ്റൈലിഷ് സ്റ്റണ്ണിങ് ആയിട്ടുള്ള വിഷ്വൽസ് നമ്മൾ കൂടുതൽ സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ ബിസിനസ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ആ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി, അതിൻ്റെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ നമുക്കിപ്പോൾ മന്ത്ലി ഒരു ബഡ്ജറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ആഡുകളെല്ലാം റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആഡ്സ് ഒക്കെ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ആഡ് റൺ ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ലിങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പർച്ചേസിങ്ങും കാര്യങ്ങളും നടക്കും. സോ ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അനന്ത സാധ്യതകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബ്രാൻഡിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഒരു 10x സ്പീഡിലായിട്ട് വളർത്താനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ടിപ്സുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാഷൻ ടു ബിസിനസ് എന്നൊരു കമ്മ്യൂണിറ്റി
കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതുപോലുള്ള ഐഡിയാസ് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഫാഷൻ ബ്രാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ബൊട്ടിക് ഉണ്ട്, ഹോമിൽ ഇരുന്നുകൊണ്ടുള്ള നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും നമ്മുടെ ബിസിനസ്സിനെ കൂടുതൽ മെച്ചത്തിൽ വളർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിലൂടെ ഞാൻ അനൗൺസ് ചെയ്യും എൻ്റെ പുതിയ വെബിനാറുകളും കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്തായിരിക്കും അനൗൺസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ടും നമുക്ക് എല്ലാ ആഴ്ചയിലും ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഫാഷൻ ബ്രാൻഡുമായിട്ട് നിങ്ങൾ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള വിമനാണ്, നിങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഫാഷൻ ബ്രാൻഡ് ഉണ്ട്, ഓൾറെഡി നിങ്ങൾ ഒരു ബൊട്ടിക്കൊക്കെ റൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി മാറുക, നമ്മുടെ ഈ ജേർണിയിൽ പങ്കെടുക്കാം. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ ബൈ ഓൾ.